എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 13 വർഷമായി. രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി കാലം കുറച്ച് കാത്തു നിന്നു. സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടർ ഇവരെ വിളിച്ചിരുത്തി മുന്നിലിരുത്തിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ വേണ്ട എന്ന് വയ്ക്കുന്നതാണ് നല്ലത്. ഇവർ പരസ്പരം കുറച്ചു നേരം നോക്കി നിന്നിട്ട് രണ്ടുപേരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു. അവളെ ലേബർ റൂമിലേക്ക് കയറ്റി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു നിയോഗം കിട്ടിയിട്ടില്ല. വേറൊരാളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഒരാളും ഞങ്ങളെ പിന്തുണയ്ക്കാനുണ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. സിസേറിയനായിരുന്നു. പലതവണ വേണ്ട വേണ്ട എന്ന് ആവർത്തിച്ച് ഞങ്ങളോട് പറഞ്ഞ ഡോക്ടർ തന്നെയാണ് അന്ന് കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നത്. ഒരപ്പനോട് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലാണ് അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്. എടോ, ഞാൻ തന്നോട് പലതവണ ആവർത്തിച്ച് പറഞ്ഞല്ലേ ഈ കുഞ്ഞിനെ വേണ്ട വേണ്ട. ഇപ്പം തനിക്ക് സമാധാനമായില്ലേ? എന്നാ കൊണ്ടുപോയി വളർത്ത്. പക്ഷേ ഈ വൈദ്യശാസ്ത്രത്തിന് മുകളിലാണ് എൻ്റെ ക്രിസ്തുവിൻ്റെ ശാസ്ത്രം എന്ന ബോധ്യം അന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ആ കുഞ്ഞിന് 5 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ കർത്താവേ, ഞങ്ങൾ ഇപ്പോഴും നിനക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുകയാണ്. ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് അകന്ന് പുണ്യത്തിൽ ജീവിക്കാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. അതുകൊണ്ട് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപ്പൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അധികം പ്രായമൊന്നുമില്ലാത്ത ഒരു 46-47 വയസ്സ് പ്രായമുള്ള ഒരു അപ്പൻ. എന്നിട്ട് അവൻ പറഞ്ഞു, എൻ്റെ നിയോഗം ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിയോഗം? അച്ഛൻ ബലി അർപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു നിയോഗം കിട്ടിയിട്ടില്ല. ഞാൻ പോലും ആരോടും പറഞ്ഞിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ സാധാരണ ഒരു ചെറുപ്പക്കാരനാണ്. അവൻ എൻ്റെ അടുത്ത് പറയാണ്, പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചേട്ടാ, ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 13 വർഷമായി. ഒരു കുഞ്ഞിനെ തമ്പുരാൻ പെട്ടെന്ന് കൊടുത്തു. രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി കാലം കുറച്ച് കാത്തു നിന്നു. പിന്നീട് ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമതൊരു കുഞ്ഞിനെ ദൈവം അവർക്ക് കൊടുത്തത്. എൻ്റെ പേര് ബിജു എന്നാണ്. ജീവിത പങ്കാളിയുടെ പേര് പ്രിയ. അങ്ങനെ ബിജു പ്രിയ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് ദൈവം രണ്ടാമതൊരു സമ്മാനം കൊടുത്തപ്പോൾ പ്രഥമ പരിശോധനകൾക്കായി ആശുപത്രിയിൽ ചെന്നു. സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടർ ഇവരെ വിളിച്ചിരുത്തി മുന്നിലിരുത്തിയിട്ട് പറഞ്ഞു, ബിജു, പ്രിയ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ വേണ്ട എന്ന് വയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഓട്ടിസം വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇവളുടെ ജീവിതത്തിലും കുഴപ്പങ്ങളുണ്ടാവും. അഥവാ ഇവളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പുറത്തേക്ക് വന്നാൽ ഇവനെ വളർത്തി വലുതാക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇവർ പരസ്പരം കുറച്ചു നേരം നോക്കി നിന്നിട്ട് രണ്ടുപേരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഈ കുഞ്ഞിന് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ മുൻകൈയെടുത്ത് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കത്തില്ല. അതിനെപ്പറ്റി ഇനി ഡോക്ടർ ഞങ്ങളോട് പറയണ്ട. അവർ ആശുപത്രിയിൽ നിന്ന് പോയി അടുത്ത പരിശോധനയ്ക്ക് വന്നു. അപ്പോഴും ഡോക്ടർക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. മറുപടിയും വേറെ ഒന്നുമില്ല, ഡോക്ടറെ നടക്കത്തില്ല. ഈ കുഞ്ഞിന് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, ഈ കുഞ്ഞിൻ്റെ അസുഖം മാറാനോ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരാനോ ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഈ കുഞ്ഞിന് ജീവനുള്ളിടത്തോളം കാലം ഈ കുഞ്ഞിനെ പോറ്റാനുള്ള ആരോഗ്യം എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്ക് നൽകണമേ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവസാനത്തെ സ്കാനിങ്ങും കഴിഞ്ഞ് അവളെ ലേബർ റൂമിലേക്ക് കയറ്റി പുറത്തിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാം. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കുഞ്ഞിനിങ്ങനെ കുഴപ്പമുണ്ടെന്ന് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും മാത്രം അറിയാവും. വേറൊരാളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഒരാളും ഞങ്ങളെ പിന്തുണയ്ക്കാനുണ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പോരായ്മകളുള്ള കുറവുകളുള്ള കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പുറത്ത് നിൽക്കാം. സിസേറിയനായിരുന്നു. കുഞ്ഞിനെ പുറത്തേക്കെടുത്തു. നഴ്സ് കുഞ്ഞിനെ കൊണ്ടുവരുന്നതിന് പകരം പലതവണ വേണ്ട വേണ്ട എന്ന് ആവർത്തിച്ച് ഞങ്ങളോട് പറഞ്ഞ ഡോക്ടർ തന്നെയാണ് അന്ന് കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നത്. ഡോക്ടർ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തന്നു. പ്രിയമുള്ളവരെ, ആ അപ്പം പറയുന്നൊരു കാര്യമുണ്ട്. ആ കുഞ്ഞിൻ്റെ കൈവിരലുകൾ പോലെ കാൽവിരലുകളും ഇരിക്കുക. കാരണം കാൽവിരലുകൾക്കൊക്കെ നല്ല നീളമാണ്. ശരീരത്തിൽ അസാമാന്യമായ രോമ വളർച്ചയൊക്കെയാണ്. ശരീരത്തിൻ്റെ മുതുകത്തിന് വല്ലാത്തൊരു വളവുണ്ട്. നോട്ടത്തിൽ കുട്ടിയാണ് എന്ന് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടാണ്. സങ്കടമുണ്ടെങ്കിലും ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചത് ഈ കുഞ്ഞിനെ നോക്കാനുള്ള ശക്തി എനിക്ക് തരണേന്നാണ്. അപ്പോൾ
ഒരപ്പനോട് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലാണ് അച്ഛാ അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്. എടോ, ഞാൻ തന്നോട് പലതവണ ആവർത്തിച്ച് പറഞ്ഞല്ലേ ഈ കുഞ്ഞിനെ വേണ്ട വേണ്ടാന്ന്. ഇപ്പോൾ തനിക്ക് സമാധാനമായില്ലേ, എന്നാ കൊണ്ടുപോയി വളർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുരങ്ങിനെ വലിച്ചെറിയുന്നത് പോലെ എൻ്റെ മുമ്പിലേക്ക് അത്ര പരുഷമായ ഭാവത്തോടുകൂടെ ഈ കുഞ്ഞിനെ എങ്ങനെ നീട്ടുക. ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട്. എങ്കിലും ഒരു ഡോക്ടർക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ വെച്ചാൽ വളരെ സങ്കടത്തോടെ ഇവനത് പറയാം. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി പ്രിയ ബോധമുണരും. അവൾക്ക് ഈ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ പുറത്ത് ഇങ്ങനെ കാത്തു നിന്നു. അവളുടെ അടുക്കിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ ഞാനും ചെന്നു. കുഞ്ഞിനെ ഞാൻ എടുത്തു. എന്നിട്ട് അവളെ ഇങ്ങനെ കാണിച്ചിട്ട് ഡോക്ടർ എന്നോട് ചെയ്തതുപോലെ ഞാൻ പ്രിയയുടെ കൈയെടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ മുതുകിൽ ഇങ്ങനെ തടകി കാണിച്ചു, കുഞ്ഞിൻ്റെ പുറത്തുള്ള മുഴ കാണിക്കാൻ വേണ്ടി. അപ്പോൾ പ്രിയ ചോദിച്ചു, എന്താണ് ചേട്ടാ? അപ്പോൾ ഞാൻ തടകി നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിന് അസാമാന്യമായ വ്യത്യാസം. കയ്യും കാലും ഒക്കെ നേരത്തെ ഒരേപോലെ ആയിരുന്നു, ഇപ്പോൾ സാധാരണ കുഞ്ഞിൻ്റെ പോലെ തോന്നുന്നു. എനിക്കതൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീണ്ടും ഈ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ കാണിച്ചു. ഡോക്ടർ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. പ്രിയമുള്ളവരെ, ആ അപ്പനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അച്ഛാ, പാപം ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. എന്നിട്ട് അവൻ പറഞ്ഞൊരു കാരണമുണ്ട്, അച്ഛാ, എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ദൈവത്തിൻ്റെ മുമ്പിൽ ഇനിയും ഞാൻ പാപം ചെയ്ത ഞാൻ എന്തൊരു ചതിയായിരിക്കും അച്ഛാ എൻ്റെ ദൈവത്തോട് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല ഈ കുഞ്ഞിന് ആരോഗ്യം തരണമെന്ന്, ഈ കുഞ്ഞിന് സാധാരണ കുഞ്ഞിനെ പോലെ ആക്കി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. പക്ഷേ തമ്പുരാൻ ഞങ്ങൾക്കത് മാറ്റിത്തന്നു. വേണമെങ്കിൽ ജനിക്കുന്നതിന് മുമ്പേ അവനെ മാറ്റി എൻ്റെ കയ്യിലേക്ക് തരാമായിരുന്നു. പക്ഷെ അത് തന്നില്ല. എന്നെ കാണിച്ചു തന്നു നിൻ്റെ കുഞ്ഞിങ്ങനെയാണ് എന്ന്. അല്ലെങ്കിൽ ഞാൻ വൈദ്യശാസ്ത്രം തെറ്റിപ്പോയതാണെന്ന് ഉള്ളിൽ ചിന്തിച്ചേനെ. പക്ഷേ ഈ വൈദ്യശാസ്ത്രത്തിന് മുകളിലാണ് എൻ്റെ ക്രിസ്തുവിൻ്റെ ശാസ്ത്രമെന്ന ബോധ്യം അന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയായിരുന്നു. പ്രിയമുള്ളവർ, ഇന്ന് ആ കുഞ്ഞിന് 5 വയസ്സ് പ്രായമുണ്ട്. അവൾ വളരെ സന്തോഷത്തോടുകൂടെ എന്നെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അവർ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവേ, ഞങ്ങൾ ഇപ്പോഴും നിനക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുകയാണ്. ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് അകന്ന് പുണ്യത്തിൽ ജീവിക്കാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. ഇത്രയ്ക്ക് പ്രകടമായ അനുഗ്രഹങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും ഇതുപോലുള്ള സമാനമായ ദൈവാനുഭവങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവാനുഭവങ്ങൾ നമ്മോട് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ നന്മകൾ ഓർത്താൽ നമുക്ക് എന്ത് പ്രത്യുപകാരം ചെയ്യാൻ പറ്റും? ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ആകെ ചെയ്യാവുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത് ഈശോയെ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കൃപ നൽകണമേ, പുണ്യത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. കുമ്പസാരക്കൂട്ടിലൂടെ പരിശുദ്ധ ദിവ്യകാരുണ്യ ബലിയുടെ മുന്നിലേക്ക് കടന്നുവന്ന് ഈ അർപ്പിക്കപ്പെട്ട ബലിയിൽ നിന്നൊരു പങ്ക് കളങ്കമില്ലാത്ത ഈ ചങ്കോട് ചേർത്ത് വയ്ക്കാൻ എന്ന് നമുക്ക് സാധിക്കുന്നുവോ, അന്ന് പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും പറയാൻ പറ്റും, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തു ജീവിക്കുന്ന ശരീരമായി മാറാൻ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.